ഈ ഒരു മത്സരത്തിൽ നമ്മുടെ വിജയസാധ്യത വളരെ കുറവാണെങ്കിലും അതെന്തായാലും വട്ടപൂജ്യമല്ല. ഞാൻ ഇനി പറയാൻ പോകുന്ന സജഷനോട് നിങ്ങളിൽ പലരും യോജിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇതൊന്ന് ട്രൈ ചെയ്യേണ്ട സമയമായി. അങ്ങനെ നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു മത്സരം വന്നെത്തിയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങ് കന്തീരവ സ്റ്റേഡിയത്തിൽ ബംഗളൂരു FC-യെ നേരിടാൻ പോകുന്നു. ഈ ഒരു മത്സരത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എല്ലാ വർഷവും അവിടെ പോയി ജയം എന്തെന്നറിയാത്ത ഒരു പാരമ്പര്യമാണ് ഈ ഒരു ഫിക്സറിൽ നമുക്കുള്ളത്. എന്നിട്ടും ഈ ഒരു അവേ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ സാന്നിധ്യം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് ഈ ഒരു മത്സരത്തിൽ നിന്നും നമുക്ക് എന്ത് എക്സ്പെക്ടേഷൻ വെക്കാം എന്നുള്ള ചോദ്യത്തിന് എനിക്കോ നിങ്ങൾക്കോ പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി നൽകാനാവുകയില്ല. അതിനുള്ള കാരണം നമ്മൾ ഇതുവരെയുള്ള വീഡിയോകളിലെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ടീമിന്റെ ഇൻകൺസിസ്റ്റൻസി, ഒരു പ്ലെയറിൽ മാത്രം ഫോക്കസ് ചെയ്തുള്ള അറ്റാക്ക്, അതുപോലെ തന്നെ കോച്ചിന്റെ ടീം സെലക്ഷനും ടാക്ടിക്സും, ഇതിനു പുറമെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്കും, ഇതെല്ലാം നമ്മളെ തുടർന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോന്റെ കമന്റ് ബോക്സ് വായിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലബിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇവിടെ വന്നിരുന്ന് ഈ 5 കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ ജയിക്കും, ഈ 3 കാര്യങ്ങൾ ചെയ്യാതിരുന്നാലേ നമ്മൾ ജയിക്കൂ എന്നൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഇനി മുന്നോട്ട് നമുക്ക് ഹൈപ്പില്ല, ഹോപ്പ് മാത്രമേ ഉള്ളൂ. ഈ ഒരു മത്സരത്തിൽ നമ്മുടെ വിജയസാധ്യത വളരെ കുറവാണെങ്കിലും അതെന്തായാലും വട്ടപൂജ്യമല്ല. അതിന് കാരണം കൊച്ചിയിൽ നമ്മളെ തോപ്പിച്ചതിന് ശേഷം ബംഗളൂരു FC-യുടെ ഫോം തന്നെയാണ്. കഴിഞ്ഞ 4 മത്സരങ്ങളിൽ മുഹമ്മദീൻ നെസ്സി ആയിട്ട് മാത്രമേ ബംഗളൂരു ജയിച്ചിട്ടുള്ളൂ. ഈ സീസൺ നമ്മൾക്കെതിരെയുള്ള ആദ്യ മത്സരത്തിന് മുമ്പ് ബംഗളൂരു FC ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്യാതെയാണ് കൊച്ചിയിൽ എത്തിയത്. എന്നാൽ കഴിഞ്ഞ 4 മത്സരങ്ങളിൽ അവർ കൺസീഡ് ചെയ്തിരിക്കുന്നത് 10 ഗോളുകളാണ്. an average of 2.5 goals per game. ഒരിക്കലും തകരില്ല എന്ന് കരുതിയ ആ ഒരു BFC ഡിഫൻസിൽ വലിയ വിള്ളലുകൾ വീണു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ 4 മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ BFC-യുടെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് അവരുടെ പെർഫോമൻസ് വളരെ ആവറേജ് ആയിരുന്നു. സീസണിന്റെ തുടക്കത്തിൽ ഡോമിനേറ്റ് ചെയ്തിരുന്ന ആ ടീമിന്റെ ഒരു നിഴല് പോലും നമുക്ക് കാണാൻ സാധിച്ചില്ല. പിന്നെ അവരെ കുറ്റപ്പെടുത്താൻ മാത്രം നമ്മൾ വലിയ ആൾക്കാരൊന്നുമല്ല, കാരണം നമ്മുടെ ഫോമും അതിലും പരിതാപകരമാണ്. എന്തൊക്കെ ഫോമിന്റെ കാര്യം പറഞ്ഞാലും ഈ ഒരു കളി നമുക്കൊരു ശാപം പോലെയാണ്. ആ കന്തീരവ സ്റ്റേഡിയത്തിൽ നമുക്ക് ഇതുവരെ ജയിക്കാനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ തെളിവ്. പക്ഷെ തികച്ചും ഫോമിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നോക്കുകയാണെങ്കിൽ BFC-യെ കളിക്കാൻ ഇതിനും പറ്റിയ ടൈം വേറെ ഒന്നുമില്ല. BFC-യുടെ ഈ മോശം ഫോമിൽ ഞാൻ നോട്ടീസ് ചെയ്ത ചെറിയൊരു കാര്യമുണ്ട്. അതിനെ നമുക്ക് ചൂഷണം ചെയ്യാനായാൽ ഈ ഒരു ഫിക്സ്ചറിലെ ചരിത്രം നമുക്ക് ചിലപ്പോൾ തിരുത്തി എഴുതാനായേക്കും. ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മൾ ശനിയാഴ്ച പോയി അവരെ അടിച്ച് നിരപ്പാക്കും എന്നൊന്നുമല്ല. ഏതൊരു മത്സരത്തിലും ഇരു ടീമിനും ഒരു വിൻ പ്രോബബിലിറ്റി ഉണ്ടാവും. അത് എത്ര ചെറുതായാലും അതവിടെ ഉണ്ട് എന്നുള്ള ഒരു ഫാക്റ്റ് ആണ്. ഈ വിൻ പ്രോബബിലിറ്റിയെ മാക്സിമൈസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ഈ കഴിഞ്ഞ 4 മത്സരങ്ങളിൽ BFC-യുടെ ഡിഫൻസീവ് ലൈനിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ. സീസണിന്റെ തുടക്കം മുതലേ BFC-യുടെ ബാക്ക് 4 വളരെ സെറ്റിൽഡ് ആയിരുന്നു. റൈറ്റ് ബാക്കിൽ നിഖിൽ പുജാരി, സെന്റർ ബാക്കായി രാഹുൽ ബെക്കെ, യോവാനോവിച്ച്, ലെഫ്റ്റ് ബാക്കിൽ റോഷൻ. പക്ഷെ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി ഇവിടെ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. രാഹുൽ ബെക്കെ റൈറ്റ് ബാക്കിൽ കളിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്, റോഷൻ റൈറ്റ് ബാക്കിൽ കളിച്ചിട്ടുണ്ട്, മുഹമ്മദ് സലയും സലാ സിംഗും ഒക്കെ ഈ ലൈനപ്പിലേക്ക് വരേണ്ട ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ISL-ൽ നിന്നല്ല, വേറെ ഏത് ലീഗിലായിക്കോട്ടെ, ഒരു ചാമ്പ്യൻ ടീം ഉണ്ടെങ്കിൽ അവരുടെ ഡിഫൻസീവ് ലൈൻ എപ്പോഴും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആരെവിടെ കളിക്കും എന്ന് വളരെ ഫിക്സ്ഡും ആയിരിക്കും. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഇത് 2 ടീമിന്റെ വീക്ക്നെസ് ആണ്. കാരണം നമ്മുടെ ഡിഫൻസീവ് ലൈനിനെ കുറിച്ചും എനിക്ക് വലിയ നല്ല കാര്യങ്ങളൊന്നും പറയാനില്ല. പക്ഷെ BFC-യിൽ നിന്ന് ഇങ്ങനൊരു പാളിച്ച ഈ സീസണിൽ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനെ അവരെങ്ങനെ ഡീൽ ചെയ്യും എന്ന് കാണാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. ഇതൊരു ഡയറക്റ്റ് കമ്പാരിസൺ അല്ല, പക്ഷെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പെപ് ഗാർഡിയോളയും മാഞ്ചസ്റ്റർ സിറ്റിയും കടന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷനെ കണ്ടില്ലേ? അവരുടെ സിറ്റുവേഷൻ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഒരു ചാമ്പ്യൻ ടീമിന് അതപ്പതിക്കാൻ അധികം സമയം ഒന്നും വേണ്ട. ഒരു മോശം സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ എവിടെ നിന്നാണ് പണി കിട്ടണമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു റിസ്ക് തീർച്ചയായിട്ടും BFC-ക്ക് ഇനിയുള്ള മത്സരങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു സമയം ഭാഗ്യമൊക്കെ വെച്ചിട്ട് നമ്മൾ നേരെ അവന്മാരെ തിരിച്ച് വിജയവഴിയിലേക്ക് കൊണ്ടുവരാനാണ് സാധ്യത. എന്തായാലും എങ്ങനെ നമുക്ക് ഈ BFC ഡിഫൻസിനെ സമ്മർദ്ദത്തിലാക്കാം എന്ന് നോക്കാം. എന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം രാഹുൽ ബെക്കയുടെ ഫോമാണ്. ഈ സീസൺ തുടങ്ങിയപ്പോൾ രാഹുൽ ബെക്കയുടെ പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു. ഈ ഒരു ടീമിലേക്ക് ബെക്കെ വന്നതോടുകൂടി തന്നെ ടീം മൊത്തത്തിൽ ഒന്ന് ട്രാൻസ്ഫോം ആയ പോലെ ഫീൽ ചെയ്തു. പക്ഷെ എന്നാൽ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി അദ്ദേഹത്തിന്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റുകയാണ്. 2 മാസം മുമ്പ് രാഹുൽ ബെക്കെ നയിക്കുന്ന ഒരു ഡിഫൻസ് ഒരു മത്സരത്തിൽ 4 ഗോൾ
ചാൻസ് ഇടിയെന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എല്ലാവരും വട്ടം കൂടി ഇരുന്ന് ചിരിച്ചേനെ. പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ അത് തന്നെയാണ് കണ്ടത്. ഒഡീഷയ്ക്കെതിരെ BFC ഗോളുകളെല്ലാം വഴങ്ങിയപ്പോൾ രാഹുൽ ബേക്കയുടെ പോരായ്മ അവിടെ എടുത്തു നിന്നു. ശരിക്കും ഡിയേഗോ മൊറീസിയോ അടിച്ച ആ ഗോളിന് മുമ്പുള്ള മിസ്കമ്മ്യൂണിക്കേഷൻ ഒക്കെ വളരെ കോമഡി ആയിരുന്നു. നമ്മുടെ ഡിഫൻസിനെ വരെ കടത്തി വെട്ടാനുള്ള ഒരു ഐറ്റം. അതുകൊണ്ട് തന്നെ നമ്മൾ ബേക്കേനെ വളരെ നല്ലോണം പ്രസ് ചെയ്യണം. BFCയുടെ ഒരു പ്ലേയിങ് സ്റ്റൈൽ വെച്ച് ഷോർട്ട് പാസുകളൊക്കെ ആയിട്ട് അവർക്ക് പുറകിൽ നിന്ന് കളി ബിൽഡ് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. നമ്മൾ അവരുടെ പ്ലേയേഴ്സിന് ബോളിൽ ഒരുപാട് സമയം കൊടുക്കുകയാണെങ്കിൽ അവർ ഈസി ആയിട്ട് നമ്മളെ പ്രഷറിലാക്കും. അതുകൊണ്ട് തന്നെ ഈ കളിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു എനർജി വേണം. ആൻഡ് ആ ഒരു എനർജി പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ ആണ് ക്വാമെ പെപ്ര. ഞാൻ ഇനി പറയാൻ പോകുന്ന സജഷനോട് നിങ്ങളിൽ പലരും യോജിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇതൊന്ന് ട്രൈ ചെയ്യേണ്ട സമയമായി. ഗോളുകൾ അടിക്കാൻ ഹേസുസ് ഹിമെനസ് പ്രഗത്ഭനാണ്, അതിൽ നമുക്കാർക്കും ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ പുള്ളിയുടെ പ്രസ്സിംഗ് അബിലിറ്റിയും ബോൾ കയ്യിലില്ലാത്തപ്പോൾ ഉള്ള ഡിഫൻസീവ് വർക്ക് റേറ്റും ഒട്ടും കൺസിസ്റ്റന്റ് അല്ല. ചില സമയത്ത് വർക്ക് ചെയ്യും, ചില സമയത്ത് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ പെപ്രയെ സെന്റർ ഫോർവേഡായി കളിച്ച് ഹേസുസിനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെയിരിക്കും? എനിക്കറിയാം ഹേസുസിനെ വേണമെങ്കിൽ നമുക്ക് ഒരു നമ്പർ 10 റോളിലിട്ട് ലൂണേനെ ബെഞ്ചിൽ ഇരുത്താന്ന്. പക്ഷേ ലൂണയെ പോലെ ഒരു പ്ലെയർ കമാൻഡ് ചെയ്യുന്ന ഒരു റെസ്പെക്ട് ഉണ്ട് ഈ ടീമിൽ. അതുകൊണ്ട് തന്നെ ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ ലൂണ ഈ മത്സരം കളിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ബേക്കയുടെ ഒപ്പം BFC ഡിഫൻസിൽ കളിക്കുന്ന പ്ലെയറായ യോവാനോവിച്ച് ആണെങ്കിലും ഒരുപാട് പേസ് ഒന്നുമുള്ള ഡിഫൻഡർ അല്ല. അതുകൊണ്ട് തന്നെ പെപ്രയ്ക്ക് ഇവരെ രണ്ടുപേരെയും വളരെയധികം ബുദ്ധിമുട്ടിക്കാനാവും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പിന്നെ ഹേസുസ് കളിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എപ്പോഴും ഒരേ ഒരു സ്ട്രാറ്റജിയിലേക്ക് ഒതുങ്ങുന്നുണ്ടോ എന്നൊരു സംശയം. വിങ്ങുകളിലൂടെ മുന്നേറി ക്രോസുകൾ ഇട്ട് ഗോൾ അടിക്കാനുള്ള ആ ശ്രമം. ബംഗളൂരു FCയുടെ ഫുൾ ബാക്കുകളുടെ ക്വാളിറ്റി കൊണ്ട് തന്നെ ഈ ഒരു സ്ട്രാറ്റജി എത്രത്തോളം വർക്ക് ആവുമെന്ന് എനിക്ക് അറിയില്ല. ഈ കാരണങ്ങൾ കൊണ്ടാണ് പെപ്ര ഹേസുസിന് പകരം ഈ മത്സരത്തിൽ കളിക്കണമെന്ന് ഞാൻ പറയുന്നത്. എന്നാൽ ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ വേറൊരു കാര്യവും കൂടെ വളരെ വ്യക്തമായിട്ട് ചെയ്തിരിക്കണം. അത് നമ്മുടെ ടീമിന്റെ ബോൾ ക്യാരിയിങ് എബിലിറ്റി തന്നെയാണ്. മിഡ്ഫീൽഡിൽ നിന്നായാലും ഡിഫൻസിൽ നിന്നായാലും ബോൾ മുന്നോട്ട് ട്രാൻസിഷൻ ചെയ്ത് കൊണ്ടുവരാനുള്ള ആ ഒരു എനർജി നമ്മൾ കാണിച്ചിരിക്കണം. പലപ്പോഴും നമുക്ക് ഇതിലൊരു അലസതയുടെ മട്ടാണ്. അതുകൊണ്ട് തന്നെ നോവ കളിച്ചാലും ഹേസുസ് കളിച്ചാലും അവർ ഒരുപാട് പിന്നോട്ടിറങ്ങി ബോൾ കളക്ട് ചെയ്ത് അറ്റാക്കുകൾ ബിൽഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. വിപിനും ലൂണയ്ക്കും ഒക്കെ ഈ ജോലി വളരെ ഭംഗിയായി ചെയ്യാനാവും. പക്ഷേ ഇത് ചെയ്യാനുള്ള സമയം അവർക്ക് കിട്ടുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് എക്സ്ട്രാ പണികളും വരുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകൾ ഇല്ലാതെ വളരെ സെൻസിബിൾ ആയിട്ട് കളിച്ചാൽ ഈ ഒരു മത്സരത്തിൽ നമുക്കൊരു ചെറിയ ചാൻസ് ഉണ്ട്. പക്ഷേ ആ ചെറിയൊരു ചാൻസിനെ ഞാൻ ഊതിപ്പെരിപ്പിക്കില്ല. കാരണം ഇത് ആദ്യമായിട്ടല്ല ഞാൻ ഈ ഒരു സ്റ്റേഡിയത്തിൽ പോകാൻ പോകുന്നതും കളി കാണാൻ പോകുന്നതും. അതിന്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ്റെ ഉള്ളിലും ഇപ്പോഴും ആളിക്കത്തുന്നുണ്ട്. ഇനി ഈ മത്സരത്തിൽ നമ്മൾ എന്ത് ലൈനപ്പിൽ ഇറങ്ങണം എന്നുള്ള എന്റെ അഭിപ്രായം ഞാൻ ഷെയർ ചെയ്യാം. ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ്. കഴിഞ്ഞ കളിയിൽ ഒരു മിസ്റ്റേക്ക് വന്നെങ്കിലും സച്ചിനെ മാറ്റി ഗോൾ കീപ്പറായിട്ട് വേറെ ആരിറക്കാനാണ്? പിന്നുള്ള ഓപ്ഷൻ സോംകുമാറാണ്. കൊച്ചിയിൽ വെച്ച് ബംഗളൂരു FCക്കെതിരെ നമുക്കേറ്റ തോൽവിയുടെ ആ ഒരു മാച്ചിന് ശേഷം ഇനി ഒരു അവസരം ഈ ഒരു ഫിക്ചറിൽ സോമിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്തത് നോറ ഫെർണാണ്ടസ്. ഈ സീസണിൽ ഇതുവരെ നമ്മൾ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിനെയും കൊണ്ടുവരാൻ പറ്റില്ല. റൈറ്റ് ബാക്കിലും ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ ആര് കളിക്കാൻ? സന്ദീപ് സിംഗ് കഴിഞ്ഞ വർഷം കന്തീരവ സ്റ്റേഡിയത്തിൽ നടത്തിയ പെർഫോമൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അദ്ദേഹം ഈ ലൈനപ്പിൽ ഉണ്ടാവണം എന്ന് പറയില്ല. റയൻ വില്യംസും സുനിൽ ഛേത്രിയൊക്കെ അതുപോലെയാണ് സന്ദീപിനെ ആ കളി തേച്ചൊട്ടിച്ചത്. പക്ഷേ പ്രബീർ ദാസിനും ഐബാനും ഒക്കെ വേണ്ടത്ര മാച്ച് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ സന്ദീപ് തന്നെ കളിക്കാനാണ് സാധ്യത. ഇനി ഹോർമിപ്പാമിനെ വേണമെങ്കിൽ എടുത്ത് റൈറ്റ് ബാക്കിൽ ഇടാം. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഹോർമിപ്പാം എപ്പോഴും സെന്റർ ബാക്ക് തന്നെ കളിക്കണം. അതാണ് അദ്ദേഹത്തിന്റെ ബെസ്റ്റ് പൊസിഷൻ. അവിടെ തന്നെ കളിക്കട്ടെ. അടുത്ത സെന്റർ ബാക്ക് ആയിട്ട് ഞാൻ പ്രിതം കോട്ടാലിനെ ഇടുവാണ്. കാരണം ഈ കളിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ ഗോൾ അടിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ മിഡ്ഫീൽഡിനും അറ്റാക്കിനും ഒക്കെ കുറച്ചുകൂടെ ഫ്രീഡം കിട്ടാൻ വേണ്ടി സെൻട്രൽ ഡിഫൻസീവ് മിഡിൽ അലക്സാണ്ടർ കോയഫ് കളിക്കണം. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് കോയഫിനെ കാണാത്തതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് അറിയില്ല. പക്ഷേ അതാണ് നമ്മുടെ അവസാനത്തെ ഹോപ്പ്. ലെഫ്റ്റ് ബാക്കിൽ നവോച്ച, കോയഫിന് മുമ്പിൽ വിപിനും ലൂണയും. കോയഫിന്റെ ഈ ഒരു പ്രസൻസ് മിഡ്ഫീൽഡിൽ ഉള്ളതുകൊണ്ട് തന്നെ വിപിനും ലൂണയ്ക്കും കുറച്ചുകൂടെ ക്രിയേറ്റീവായി മുന്നോട്ട് കയറി നല്ല പാസുകളൊക്കെ മെനഞ്ഞ് കളിക്കാനുള്ള അവസരം കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയാണ് നമ്മുടെ ഫ്രണ്ട് ത്രീ. എനിക്കറിയാം നോവ സദോയെ കുറിച്ച് നമുക്കെല്ലാം ഒരുപാട് സംശയങ്ങളുണ്ട്. പുള്ളി വളരെ സെൽഫിഷ് ആയിട്ടാണ് കളിക്കുന്നത്. ഒറ്റയ്ക്ക് മാത്രം ഒരു ടീമിനെ ജയിപ്പിക്കാൻ എപ്പോഴും കഴിയുകയില്ല എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇത്ര വലിയൊരു മത്സരത്തിൽ നിന്നും നോവയെ പുറത്തെത്താൻ ഒരിക്കലും ആവില്ല എന്നുള്ളത് തന്നെയാണ് റിയാലിറ്റി. സെന്റർ ഫോർവേഡിൽ പെപ്ര ഉള്ളത് കൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഡ്യൂറൻ കപ്പിലൊക്കെ നമ്മൾ കണ്ടതുപോലെ നല്ല വൃത്തിക്ക് വർക്കാവണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. റൈറ്റ് വിങ്ങിൽ കോറു സിംഗ്. അതിൽ സംശയമൊന്നുമില്ല. കൂടുതൽ ചിന്തിച്ച് വേറെ ആരെ ഇടണ്ട. ഡിഫൻസീവ് വർക്ക് റേറ്റ് ഒന്നും വേണ്ട. ഈ ഒരു ലൈനപ്പ് വർക്ക് ആവുമായിരിക്കും അല്ലേ? തമ്പുരാൻ അറിയാം.
സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നെഗറ്റീവുകൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷെ അതിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ എനിക്ക് വയ്യ. കളി കാണാൻ ഞാനും കന്തീരവ സ്റ്റേഡിയത്തിൽ പോകുന്നുണ്ട്. അവിടെ BFC ഫാൻസ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വലിയ നെഗറ്റീവ് എനർജി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ വീക്ക്നെസ്സിലും മോശം ഫോമിലും മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കുറച്ച് പോസിറ്റീവായിട്ട് തന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എന്നെ സംബന്ധിച്ച് ഈ ഒരു ഫിക്സ്ചറിൽ ഞാൻ ആ സ്റ്റേഡിയത്തിൽ ഉണ്ടാവണം എന്നുള്ളത് എൻ്റെ ഒരു ശപഥമാണ്. എന്നെങ്കിലും നമ്മൾ അവിടെ ജയിക്കും, അന്ന് ഞാൻ അവിടെ ഉണ്ടാവും. അത് ശനിയാഴ്ച ആയിരിക്കില്ല, അടുത്ത വർഷമായിരിക്കില്ല, ചിലപ്പോൾ അടുത്ത 5 വർഷത്തിലും ആയിരിക്കില്ല. ബട്ട് ഐ ഡോണ്ട് കെയർ. ഈ ഒരു മത്സരത്തിന് മുന്നോടിയായി എല്ലാവരും നല്ല ബെസ്റ്റ് മൂഡിലൊന്നും അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ടീമിനെ സപ്പോർട്ട് ചെയ്യുക. കാരണം ഇങ്ങനെയുള്ള മത്സരങ്ങളിലാണ് അവർക്ക് നമ്മുടെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ആവശ്യം. നമുക്ക് മാനേജ്മെന്റ് ആയിട്ട് പ്രശ്നമുണ്ട്, പല തീരുമാനങ്ങളായിട്ട് പ്രശ്നമുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷെ ഈ ഒരു മത്സരത്തിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കണം. പിന്നെ നിങ്ങൾ ആരെങ്കിലും കന്തീരവ സ്റ്റേഡിയത്തിൽ വരുന്നുണ്ടെങ്കിൽ, മീറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. നമുക്ക് അവിടെ അടിച്ചു പൊളിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. അധികം വൈകാതെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. Until then, you take care. Bye for now.